ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 8-ാം അധ്യായം അക്ഷരബ്രഹ്മയോഗം വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒപ്പം പ്രണവത്തെ ഭഗവാൻ അർജുനന് ഉപദേശിച്ചു. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മാണ്ഡൂക്യ ഉപനിഷത്ത്, പ്രണവത്തെക്കുറിച്ച് പറയുന്ന മാണ്ഡൂക്യ ഉപനിഷത്താണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാണ്ഡൂക്യ ഉപനിഷത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞു, പ്രണവമാണ്, ഓംകാരമാണ് ഈ കാണായതെല്ലാം. എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ, ഇനി എന്തൊക്കെ ഉണ്ടാകുമോ, ഇപ്പോൾ എന്തൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവോ, എല്ലാം ഓംകാരമാണ്. തുടർന്ന് ആ ഓംകാരം എങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവത്തിലും അതുപോലെ തന്നെ അനുഭവമണ്ഡലത്തിൽ വർത്തിക്കുന്നത്. നമ്മുടെ 3 അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞു: ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. ഈ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അനുഭവിക്കുന്ന ജീവൻ 3 ശരീരങ്ങളെ കൊണ്ടാണ്. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. സർവോപരി ഈ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന ജാഗ്രത അവസ്ഥയും സ്വപ്നാവസ്ഥയും സുഷുപ്തി അവസ്ഥയും, അതിൽ പ്രവിവിക്ത ബുഗ്, അതുപോലെ പ്രവിവിക്ത ബുഗായിട്ടുള്ള തൈജസൻ, നമ്മളെ തന്നെ സ്ഥൂലഭുഗായിട്ടുള്ള വൈശ്വാനരൻ, ഇങ്ങനെ സമഷ്ടി വ്യഷ്ടി തലത്തിൽ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം 7 അംഗങ്ങളോടും അതുപോലെ തന്നെ 19 മുഖങ്ങളോടും കൂടിയിട്ടുള്ള, ഇതെല്ലാം നമ്മൾ വിസ്തരിച്ച് കണ്ടു. ഏതാണ് 7 അംഗങ്ങൾ, ഏതാണ് 19 മുഖങ്ങൾ, എന്താണ് എന്നൊക്കെ. ജാഗ്രത അവസ്ഥയും സ്വപ്നാവസ്ഥയും സുഷുപ്തി അവസ്ഥയും, ഇതിലുള്ള പേരുകൾ വൈശ്വാനരൻ, തൈജസൻ, പ്രാജ്ഞൻ എന്ന് തുടങ്ങിയിട്ടുള്ള ജീവൻ്റെ 3 അവസ്ഥകളിലുള്ള പേര്. അതേപോലെ ഈ 3 അവസ്ഥകളിൽ സമഷ്ടിയായിരിക്കുന്ന ഈ വ്യഷ്ടി സമഷ്ടിയുടെ ഒരു സമ്മിശ്രമായിട്ടാണ് ഇവിടെ ഉപനിഷത്ത് അവതരിപ്പിച്ച് പോരുന്നത്. അപ്പോൾ സമഷ്ടിയിൽ ഈ വിരാട് പുരുഷൻ എന്ന് പറയുന്നത് ജാഗ്രത അവസ്ഥയാണ്. അതാണ് നമ്മൾ സമഷ്ടി എന്ന് പറയുന്ന തലത്തിൽ കണ്ടത്. വ്യഷ്ടി തലത്തിലെ സ്വപ്നാവസ്ഥ സമഷ്ടി തലത്തിൽ ഹിരണ്യഗർഭൻ എന്ന് പറയും. ഇനി സമഷ്ടി കാരണശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഗാഢസുഷുപ്തി അനുഭവിക്കുന്ന ജീവനെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. എന്താ പറയുന്നത്? അതിനെക്കുറിച്ചൊരു സൂചന നൽകി. എത്രാമത്തെ മന്ത്രത്തിൽ? 7-ാമത്തെ മന്ത്രത്തിൽ അല്ല, നമ്മൾ 5 മന്ത്രങ്ങളാണ്. 5-ാമത്തെ മന്ത്രത്തിൽ യത്ര സുപ്തോ ന കിഞ്ചന ന കഞ്ചന കാമം കാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി തത് സുഷുപ്തം സുഷുപ്തസ്ഥാന ഏകീഭൂത പ്രജ്ഞാനഘന ഏവാനന്ദമയോ ഹ്യാനന്ദബുഗ് ചേതോമുഖ പ്രാജ്ഞസ്തൃതീയപാദ. അപ്പോൾ പ്രാജ്ഞൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അതിൻ്റെ 3-ാമത്തെ പാദം, പ്രണവത്തിന് 4 പാദങ്ങളുണ്ട് എന്ന് പറഞ്ഞ് 3 പാദങ്ങളെ പരിചയപ്പെടുത്തി. അപ്പോൾ ഓരോന്നിൽ ഓരോ അവസ്ഥ നിരാകരിക്കപ്പെടുന്നു. ജാഗ്രത അവസ്ഥയിൽ സ്വപ്നമില്ല, സുഷുപ്തിയില്ല. സ്വപ്നാവസ്ഥയിൽ ജാഗ്രത ഇല്ല, സുഷുപ്തിയുമില്ല. ഇതാ ഇവിടെ ഗാഢസുഷുപ്തിയെക്കുറിച്ച് പറയാം. എത്ര സുപ്ത, യാതൊരുവനാണോ ഗാഢസുഷുപ്തിയിലേക്ക് പ്രവേശിക്കുന്നത് അവനെ സംബന്ധിച്ച് കഞ്ചന കാമം ന കാമയതേ കഞ്ചന സ്വപ്നം ന പശ്യതി. ഉറങ്ങിക്കിടക്കുന്ന ഗാഢസുഷുപ്തിയിൽ
ഉറങ്ങുന്ന ഒരാൾ വിശന്നിട്ട് ഉറങ്ങിയതാണ്. വിശന്ന് എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്ന് കരുതിയിട്ട് ഒന്നും കിട്ടാനില്ല, എങ്ങനെയോ ഉറങ്ങി. ഈ ഗാഠസുഷുപ്തി അനുഭവിക്കുന്ന അവനെ സംബന്ധിച്ച് ആ ഉറക്കത്തിലും ഗാഠനിദ്രയിൽ എന്ത് വിശപ്പാണ് ഇല്ല എന്ന് പറയാം. അങ്ങനെ ഗാഠനിദ്രയിൽപ്പെട്ട അവൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് കോഴി ബിരിയാണി വെച്ചാലും അവനറിയാൻ പോകുന്നില്ല, അവൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണം എന്തായാലും അവനറിയില്ല. അപ്പോൾ ഇവിടെ പറയുന്നു, എത്ര സുപ്തഹ, യാതൊരുവൻ എവിടെയാണോ സുപ്തഹ അവൻ ഉറങ്ങിക്കിടക്കുന്നത്, കഞ്ചന കാമം ന കാമയതേ കഞ്ചന സ്വപ്നം ന പശ്യതി, അവന് സ്വപ്നവുമില്ല ആഗ്രഹങ്ങളൊന്നുമില്ല. ന പശ്യതി തത് സുഷുപ്തം, അതിനെയാണ് സുഷുപ്തം എന്ന് പറയുക, സുഷുപ്തി എന്ന് പറയുന്നത്. സുഷുപ്തസ്ഥാന, ആ സുഷുപ്തസ്ഥാനത്തോട് കൂടിയിട്ടുള്ള ജീവൻ അതൊരവസ്ഥയാണ്, ഒരു സ്റ്റേറ്റാണ്. ആ അവസ്ഥയെ അനുഭവിക്കുന്ന ജീവൻ എന്താണ് അനുഭവിക്കുന്നത്? ഏകീഭൂത പ്രജ്ഞാനഘന ഏവ ആനന്ദമയ, അവൻ ഏകീഭൂതനാണ്, എല്ലാറ്റിനെയും ഒന്നിൽ സമന്വയിപ്പിച്ച് പ്രജ്ഞാനഘന ഏവ, ആ ഞാനൊന്നും അറിയുന്നില്ല എന്നൊരറിവിലാണ്. അത് പ്രജ്ഞാനഘനമാണ്, പക്ഷെ ഞാൻ അറിയുന്നില്ല. അത് ചെറിയ വ്യത്യാസമുണ്ട്, അത് ഇവിടെ പറയാൻ പോവുക. അതുമാത്രമല്ല അത് ആനന്ദമയ, മറ്റ് ദുഃഖങ്ങളൊന്നുമില്ലേ, സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്, സുഖമായിട്ടാണ് ഇരിക്കുന്നത്. ആനന്ദഭുഗ്, അപ്പോൾ അവൻ അനുഭവിക്കുന്നത് എന്താണോ ആനന്ദത്തെയാണ് അനുഭവിക്കുന്നത്. ജാഗ്രതയിൽ എന്തൊക്കെയാണ് ശബ്ദസ്പർശ വിഷയാദികളെ അനുഭവിച്ചതുപോലെ സ്വപ്നത്തിലൊരു സ്വപ്നത്തെ അനുഭവിച്ച് അതിലെ ദുഃഖവും അതിലെ സന്തോഷവും ഒക്കെ അനുഭവിച്ചു. പക്ഷേ ഇവിടെ ആനന്ദഭുഗ്, അഗാഢ സുഷുപ്തി ഒരുവനെ സംബന്ധിച്ച് ആനന്ദമാണ് നൽകുന്നത്. അത് അവനറിയാതെയാണ്, അബോധപൂർവമാണ്. ബോധപൂർവമായി കഴിഞ്ഞാൽ അത് സമാധിയാവും, അതിലേക്കാണ് വരുന്നത്. അപ്പോൾ കിടന്നുറങ്ങുകയല്ലേ നല്ലത്, ആനന്ദം കിട്ടാൻ ഇങ്ങനെ ഏതു നേരം ഉറങ്ങിയാൽ പോരെ എന്ന് ചോദിച്ചാൽ അത് ശരീരത്തിന് കേടുണ്ടാക്കും. ഗാഠസുഷുപ്തിയിൽ നമ്മൾ അനുഭവിക്കുന്നത് ആനന്ദമാണ്, തർക്കമില്ല. ആ ആനന്ദത്തിൻ്റെ പൂർണ്ണമായ ഉണർവാണ് സമാധി എന്ന് പറയുന്നത്. ഏതായാലും ആനന്ദഭുഗ് ചേതോമുഖ, ചൈതന്യത്തോടു കൂടിയിട്ടുള്ള, ചേതസാർന്ന മുഖത്തോടു കൂടിയിട്ടുള്ള ആ ജീവനെ പ്രാജ്ഞ തൃതീയ പാദ, ആ പ്രാജ്ഞനാകുന്നു, ആ പ്രാജ്ഞനാണ് തൃതീയമായിട്ടുള്ള പാദം. അപ്പോൾ വിശ്വൻ, വിരാട് പുരുഷൻ, വൈശ്വാനരൻ, തൈജസൻ, പ്രാജ്ഞൻ, ഇങ്ങനെ 3 പേരുകൾ ഈ ജീവനുണ്ട്. അല്ലെങ്കിൽ വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ. മറ്റിടത്ത് നിങ്ങൾ വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ എന്ന് കേൾക്കും. സമഷ്ടിയിൽ വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ. സമഷ്ടി കാരണ ശരീരം എന്താണ് എന്നുള്ളത് പറയാൻ പോവുക. വലിയ ആശ്വാസം കിട്ടുന്നതായത്. 6ാമത്തെ മന്ത്രം, ഏഷ സർവേശ്വര ഏഷ സർവജ്ഞ ഏഷോന്തര്യാമി ഏഷ യോനിഃ സർവസ്യ പ്രഭവാപ്യൗ ഹി ഭൂതാനാം. ഏഷ സർവേശ്വര, ഏതൊന്നാണോ ഗാഠസുഷുപ്തിയിൽ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഇരുന്നത്, അതതിൻ്റെ പരമകാരണത്തിൽ പോയി ഇരിക്കുകയാണ്. ഇത് മറ്റേ പല ഉപനിഷത്തുകളിലും ഇത് വളരെ ഗംഭീരമായിട്ട് പറയും. ഇപ്പോൾ ചാന്തോക്യത്തിൽ 6ാം അധ്യായത്തിലൊക്കെ ഇത് വളരെ മനോഹരമായ വൈവിധ്യങ്ങളാർന്ന ജീവജാലങ്ങളുടെ പേരുകളൊക്കെ എടുത്തിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഉറങ്ങുന്നത്? ഒരു സർക്കസ് കൂടാരം അല്ലെങ്കിൽ ഒരു കാട്ടിൽ നമ്മൾ പറയുമ്പോൾ സിംഹവും കടുവയും അതും ഇതും സകല മൃഗങ്ങളും ഇതെല്ലാം ഉറങ്ങുകയാണ്. നമ്മളും കൂട്ടത്തിൽ ഉറങ്ങുന്നുണ്ടെങ്കിലോ? ഉറങ്ങിക്കിടക്കുന്ന സമയത്തെല്ലാം അതെല്ലാം എന്താണ്? ആ കാരണത്തിലാണ്. പിന്നെ ആദ്യം ആര് ഉണരുന്നു എന്നതിനനുസരിച്ചിരിക്കും ബാക്കി ആരൊക്കെ ശേഷിക്കുന്നു എന്നുള്ളത്. അത് വേറെ കാര്യം. അത് ഉണർന്നു കഴിഞ്ഞാൽ. ഉറങ്ങുമ്പോഴോ അതാ സൊമ്മിൽ പോയി ലീയതേ, അതിലങ്ങനെ നന്നായി ലയിച്ചിരിക്കുക. അപ്പം ഏഷ സർവേശ്വര, ഈ പറഞ്ഞ പ്രാജ്ഞനാണ് സർവേശ്വരൻ. അപ്പം പ്രാജ്ഞൻ സർവേശ്വരനാണ്. അതുകൊണ്ടാണ് ഈശ്വര ശബ്ദത്തിൻ്റെ നിർവചനം എന്താണെന്ന് പറഞ്ഞാൽ
സമഷ്ടി കാരണശരീരാഭിമാനി ഈശ്വര ഇതി ഉച്യതേ എന്നതാണ്. അപ്പം നമ്മുടെ വ്യഷ്ടിയിൽ നമ്മൾ അതിനെ അനുഭവിക്കുന്നത് ഗാഢസുഷുപ്തിയിലാണ്. അപ്പോൾ നമ്മുടെ പേര് പ്രാജ്ഞൻ എന്നാണ്. ഈ പ്രാജ്ഞൻ സമഷ്ടിയിലേക്ക് വന്നാൽ എന്താവും? ഈശ്വരനാവും. അപ്പം സമഷ്ടിയായിരിക്കുന്നതാണ് ഈശ്വരൻ. ഏഷ സർവേശ്വര, ഈ പറഞ്ഞ പ്രാജ്ഞൻ സർവേശ്വരനാണ്. ഏഷ സർവജ്ഞ, ഈ പ്രാജ്ഞൻ സർവജ്ഞനാണ്, എല്ലാം അറിയുന്നവനാണ്. ഏഷ അന്തര്യാമിൻ, ഇവനോ അന്തര്യാമിയാണ്, എല്ലാറ്റിൻ്റെയും അകത്താണ്. അകമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കോറാണ്. ഏഷ അന്തര്യാമിൻ ഏഷ സർവസ്യ യോനിഹി, ഏഷ ഈ പ്രാജ്ഞൻ തന്നെയാണ് സർവത്തിൻ്റെയും യോനി, സർവത്തിൻ്റെയും ബീജം, സർവത്തിനും കടന്നു വരുന്ന, സർവത്തെയും അവതരിപ്പിച്ചിട്ടുള്ള പ്രവേശന കവാടം ഇവൻ തന്നെയാണ്. ഏഷ യോനിഹി ഭൂതാനാം പ്രഭവാപ്യയൗ ഹി, സർവസ്യ പ്രഭവാപ്യയൗ ഹി ഭൂതാനാം. ഭൂതാനാം എന്തൊക്കെ ഭവിച്ചിട്ടുണ്ടോ, ഭൂസത്തായ ഉണ്ടായിട്ടുള്ള സകലതിൻ്റെയും പ്രഭവവും അതിൻ്റെ ഉൽപ്പത്തിയും അതിൻ്റെ ലയവും ഉണ്ടാകുന്നു ഈ പ്രാജ്ഞനാകുന്നു. പ്രാജ്ഞൻ എന്ന് പറയുമ്പോൾ തന്നെ ആ പ്രകർഷേണയുള്ള ജ്ഞപ്തിയെയാണ് പ്രാജ്ഞൻ എന്ന് പറയാം. തുടർന്ന് അതിൻ്റെ വിസ്താരമാണ്. ഏതിൻ്റെ? അപ്രാജ്ഞൻ്റെ. ഉപനിഷത്തിലെ വളരെ പ്രധാനപ്പെട്ട മന്ത്രങ്ങളാണ്. നാന്തപ്രജ്ഞം ന ബഹിപ്രജ്ഞം നോഭയത പ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം നാപ്രജ്ഞം അദൃഷ്ടം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശ്യം ഏകാത്മപ്രത്യയസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാ സ വിജ്ഞേയഃ. പ്രണവത്തിൻ്റെ 4-ാം പാദം, 3 പാദങ്ങളെക്കുറിച്ച് പറഞ്ഞു. ജാഗ്രത് സ്വപ്ന സുഷുപ്തിയായി അനുഭവിക്കുന്ന ആ ജീവൻ ഈ 3 അനുഭവങ്ങളെ അനുഭവിക്കുന്നു എന്നുള്ളത് 3 പാദങ്ങളായിട്ട് പറഞ്ഞു. ഇതാ 4-ാമത്തെ പാദം, 4-ാമത്തേത് എന്ന് പറയുന്നതിനെയാണ് തുരീയം എന്ന് പറയാം. തുരീയം എന്ന് പറഞ്ഞാൽ 4-ാമത്തേത് എന്നതാണ്. എന്താ 4-ാമത്തേതിൻ്റെ വർണ്ണന? നോക്കൂ, ഇവിടെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ചിലരൊക്കെ ഈ ഹിന്ദുമതത്തെ എന്തോ പരിഹസിക്കാനോ ഇതിനൊക്കെ വേണ്ടിയിട്ട് പറയും. ഹിന്ദുമതത്തിൽ ഇതിനെയൊക്കെ എന്താ പറയുക, അല്ലെങ്കിൽ ആര്യസമാജത്തിനെ ആരെങ്കിലുമൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് പറയും. ഈ ആര്യസമാജമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ളതാണല്ലോ ഈ ഉപനിഷത്തുകൾ. അപ്പോൾ ഈ ഉപനിഷത്തിൽ, എല്ലാ ഉപനിഷത്തിലും, ഭഗവത്ഗീത, സനാതന ധർമ്മശാസ്ത്രങ്ങളിലെല്ലാം ഈ സത്യം ഉദ്ഘോഷിക്കുന്നുണ്ട്. ഇതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷെ മറ്റു പലർക്കും മനസ്സിലാവാത്തത് ഈ വിഗ്രഹാരാധന ഇതൊക്കെ പറയുമ്പോൾ ഇതാണ് ഇവർക്ക് അങ്ങോട്ട് പിടികിട്ടാത്തത്. നമ്മളിൽ പലർക്കും ഉണ്ട് അത് പിടികിട്ടാത്തത്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ എന്തിനാണ് വിഗ്രഹത്തെ ആരാധിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവും. നിങ്ങളത് നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ദേശീയ പതാകയല്ല ദേശമെന്ന് നല്ല ബോധ്യമുണ്ടല്ലോ. അതുപോലത്തെ ഒരു ബോധ്യം ഈ വിഗ്രഹങ്ങളിലൊക്കെ ഉണ്ടായാൽ മതി. അത്രയേ ഉള്ളൂ. വിവേകാനന്ദ സ്വാമികൾ പറയുന്ന കല്ല് ഈശ്വരനാണ്. എന്തുകൊണ്ട്? ഇവിടെ പറഞ്ഞതുപോലെ ഇതം സർവം ഈശാവാസ്യം എന്ന പ്രമാണം അനുസരിച്ച്. മറിച്ച് ഈശ്വരൻ കല്ലല്ല, അത് ഉറപ്പാക്കണം. ഇവിടെ പറയുന്നു, നോക്കൂ, ഇത്രയും കടുപ്പിച്ച് പറയുന്ന ഒരു മതവുമില്ല. കാരണം അത് നല്ല വേദാന്തം നല്ല തെളിമയോടുകൂടി, ഉപനിഷത്ത് നല്ല തെളിമയോടുകൂടി പറയുക. അതിനപ്പുറത്തേക്കൊന്നും ഇല്ല. ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും ആർക്കും ഇനി പറയാനും ഇല്ല. എന്താ പറയണത്? നാന്തപ്രജ്ഞം ന ബഹിപ്രജ്ഞം ന അന്തപ്രജ്ഞം. അത്
ഉള്ളിലേക്ക് നോക്കി അറിയുന്ന അറിവാണോ അന്തഃപ്രജ്ഞം? ഈ അറിവ് ഉള്ളിലാണോ? അല്ല. എന്നാണ് അല്ല. നകാരം കൊണ്ട് നിഷേധമാണ്. അന്തഃപ്രജ്ഞം. പിന്നെ പുറത്താണോ? ബഹിപ്രജ്ഞം. അത് പുറമെ നോക്കി കണ്ടെത്താനുള്ള അറിവല്ല. ഒരു ഉപനിഷത്തിൻ്റെ രീതി മനസ്സിലായാൽ മറ്റുപനിഷത്തുകളിൽ ഋഷി പറഞ്ഞത് മനസ്സിലാവും. അപ്പം കേനത്തിൽ പറയും, എന്തു പറയും? യച്ചക്ഷുഷാ ന പശ്യതി യേന ചക്ഷുംഷി പശ്യതി, യത് പ്രാണേന ന പ്രാണിതി യേന പ്രാണപ്രണീയതേ, യത് വാച അനഭ്യുദിതം യേന വാഗ് അഭ്യുദ്യതേ. അപ്പോൾ ഉപനിഷത്തിൻ്റെ ആ നിങ്ങൾ ഒരു വാഹനം നന്നായി ഓടിക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരുമാതിരി എല്ലാ വാഹനവും ഓടിക്കാൻ പറ്റും. കാരണം അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു സാധനം ഐഡിയ കിട്ടണം. ഇതുപോലെയാണ് ഉപനിഷത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആ രീതിയിൽ അത് മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു ആശയം തന്നെയല്ലേ ഇന്നടുത്ത് പറഞ്ഞിരിക്കുന്നത്, ഇത് തന്നെയല്ലേ ഗുരുദേവൻ അവിടെ ഇങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ ഇന്നടുത്ത് രമണ മഹർഷിയുടെ ഇത് പറഞ്ഞത്. ഇതിലെ സമാനതകൾ കണ്ടെത്താൻ സാധിക്കും. ചിലപ്പോൾ ചില ശബ്ദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവും, ഉപയോഗിച്ചിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. എന്താ അന്തഃപ്രജ്ഞം ബഹിപ്രജ്ഞം. ഈ അറിവ് അകത്ത് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, അപ്പം ഇതുവരെ പറഞ്ഞതൊക്കെ അങ്ങനെയാണല്ലോ സ്വാമി. അതെ, നന്നായി ഉറക്കണേ. അതുകൊണ്ട് അന്തഃപ്രജ്ഞം. ഈ അറിവ് അകത്തല്ല, അതുകൊണ്ട് തന്നെ ഇത് ബഹിപ്രജ്ഞം. തദേജതി തന്നേജതി ഈശാസ്യത്തിൽ വരുമ്പോൾ അതിളകുന്നു. ഏജതി അതിളകുന്നില്ല. തദ്ദൂരെ അത് ദൂരെയാണ്. തദന്തികെ അതടുത്താണ്. തദന്തരസ്യ സർവസ്യ അതെല്ലാറ്റിൻ്റെയും ഉള്ളിലാണ്. തതു സർവസ്യ അസ്യ ബാഹ്യത. നോക്കൂ, കടത്തിൽ വരുമ്പോൾ ആസീനോ ദൂരം വ്രജതി ശയാനോ യാതി സർവതഃ കസ്ത്വം മദാമദം ദേവം മദന്യോ ജ്ഞാതുമർഹതി. ഒന്നിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ കിടക്കുന്നത് കാണാം. പക്ഷെ ഓരോന്നിനും ഓരോ ഭയങ്കര സൗന്ദര്യമാണ് ഓരോന്നും അവതരിപ്പിക്കുന്ന രീതി. ആ ഋഷിയുടെ രീതിയാണ്. അപ്പം നാന്തപ്രജ്ഞം ബഹിപ്രജ്ഞം ഉഭയതപ്രജ്ഞം. എന്നാൽ ഇത് രണ്ട് തരത്തിലും കൂടിയിട്ടുള്ളതാണോ? ഉഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഉഭയകോടിയിലിരിക്കുന്നത്. ഇതും അതുമല്ല. ഇതകത്തുമല്ല പുറത്തുമല്ല. പിന്നെയോ ഇത് രണ്ടും കൂടി ആയിട്ടുള്ളതാണോ? അതുമല്ല. പ്രജ്ഞാനഘനം പ്രജ്ഞാനഘനം. അത് കേവലം അറിവ് മാത്രമായിട്ടുള്ളതാണോ? ഇത് കേൾക്കുമ്പം തോന്നും പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പം അതല്ലേ? മനസ്സ് എവിടെയെങ്കിലും പോയി ഉടക്കിയാൽ ഉടക്കി. ഇത് നമ്മൾ എവിടെ ഉടക്കാതെ ഇങ്ങനെ എന്താ പറയുക, ശരിക്കും അങ്ങോട്ട് റിഫൈൻ ചെയ്യും, ശുദ്ധീകരിക്കും. അങ്ങനെ ശുദ്ധീകരിക്കപ്പെടണം. എന്താ പ്രജ്ഞാനഘനം. ഇത് കേവലം അറിവ് മാത്രമായിരിക്കുന്നതല്ല. പ്രജ്ഞം അത് അറിയിക്കേണ്ടതായിട്ടുള്ളതാണോ? അല്ല. അപ്രജ്ഞം പ്രജ്ഞം അപ്രജ്ഞം. അപ്പം എങ്ങനെയൊക്കെ നോക്കിയാലും ഇത് അറിയിക്കേണ്ടതാണോ അറിയിക്കേണ്ടാത്തതാണോ? അല്ല എന്ന് പറയാം. പിന്നെന്താ ഇത്? അദൃഷ്ടം, ദർശിക്കാൻ സാധ്യമല്ല. അവ്യവഹാര്യം, ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ വ്യവഹാരങ്ങളാകാമോ എന്ന് ചോദിച്ചാൽ നടപ്പില്ല. അവ്യവഹാര്യം. എന്തുകൊണ്ട്? അഗ്രാഹ്യം, ഗ്രഹിക്കാൻ പറ്റാത്തതാണ്. അഗ്രാഹ്യം. അലക്ഷണം,
ലക്ഷണം ഉണ്ടെങ്കിലല്ലേ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ലക്ഷണമൊന്നുമില്ല. അതുകൊണ്ട് അലക്ഷണം, ലക്ഷണമില്ല. എന്നാൽ ശരി, ഇപ്പം എന്ത് ചെയ്യും? ഇപ്പം എങ്ങനെയൊന്ന് ആലോചിക്കുക? വേണ്ട, ആലോചിക്കേണ്ട. അചിന്ത്യം, ചിന്തയ്ക്കിതിന് പോകുന്നതല്ല. അചിന്ത്യം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയുന്നാൽ ഇല്ല, നടക്കൂല. അവ്യപദേശം, ഇന്ന പ്രകാരത്തിൽ എന്ന് വ്യപദേശിക്കാൻ പറ്റാത്തതാണ്. അവ്യപദേശം. ഏകാത്മപ്രത്യയസാരം. അതെന്താണ് ഏകാത്മപ്രത്യയസാരം? അത് തികച്ചും വൈയക്തികമായി ഓരോരുത്തരും അനുഭവിക്കുന്നതാണ്, അനുഭവവേദ്യമാണ്. ഇവിടെയാണ് നമ്മുടെ സയൻസും ഈ സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. എന്താ സയൻസും സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം? ഇവിടെയാണ്. സയൻസ് ഒരിക്കൽ ഒരു സാധനം കണ്ടെത്തിയാൽ അതേത് ശാസ്ത്രത്തിൻ്റെ എന്ത് കണ്ടെത്തലുകളാണെങ്കിലും അത് മുഴുവൻ ലോകത്തിനും ഉപകാരപ്പെടും വിധം മാർക്കറ്റിൽ അത് ലഭ്യമാണ്. നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാം. ഇതങ്ങനെ ആരെങ്കിലും കണ്ടെത്തിയാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെ നമ്മുടെ വിശ്രുത ശാസ്ത്രകാരന്മാർ പലതും കണ്ടെത്തിയിട്ടുണ്ടല്ലോ. തോമസ് ആൽവ എഡിസൺ ഫിലമെൻ്റ് എങ്ങനെയാണ് ബൾബ് ഇന്നത്തെ LED രൂപത്തിലല്ലെങ്കിലും അതിൻ്റെ സാധ്യതയെ ആദ്യം ആവിഷ്കരിച്ച ആളാണ്. റേഡിയോ ഇന്നത്തെ പോലെ അല്ലെങ്കിലും മാർക്കോണിയാണല്ലോ. ഇന്നിപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ രീതിയിലാണ് നമുക്കിപ്പോൾ അതെല്ലാം. ഫോണ് തന്നെ ഒരു കമ്പ്യൂട്ടറാണ്. എല്ലാ പണിയും അതിൽ എടുക്കാം നമുക്ക്. പണ്ടൊരു ഒരു വീടിൻ്റെ അത്രയൊക്കെ ഉണ്ടായിരുന്നു കമ്പ്യൂട്ടർ. ഒരു ലോറിക്കുള്ള പുസ്തകം നമുക്ക് നമ്മുടെ ഐപാഡിലും ഐഫോണിലും ഒക്കെ കൊണ്ടു നടക്കാം. iBooks എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്ത് അത് നമുക്ക് നമ്മുടെ സ്റ്റോറേജ്, പണ്ട് ഫോണിൽ സ്റ്റോറേജ് പ്രശ്നമായിരുന്നു. ഇപ്പോൾ iClouds വഴി നമുക്ക് സ്റ്റോറേജ് കിട്ടും. വികസിച്ച് ഇങ്ങനെ പോവുകയാണല്ലോ. അപ്പോൾ സയൻസും സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇത് വൈയക്തികമാണ്. ഇത് ഓരോരുത്തരും കണ്ടെത്തേണ്ടതാണ്. ഭാര്യയ്ക്ക് വേണ്ടി, ഭാര്യയ്ക്കും കുട്ടികൾക്കും വീട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി ഒരാൾ നടക്കില്ല എന്ന് പറയും. പറയാൻ നമുക്ക് ഉടായ്പിനൊക്കെ വേണ്ടി പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയാം. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ കാര്യമുണ്ട് പറയാം, ഒരു സമാധാനിപ്പിക്കാനൊക്കെ പറയാം. സാക്ഷാത്കാരത്തിൻ്റെ കാര്യത്തിൽ അത് അന്വേഷകൻ ഓരോരുത്തരും അവരുടെ അന്വേഷണത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. അവിടെ നിങ്ങളുടെ മറ്റ് യാതൊന്നും പരിഗണനാ വിഷയമല്ല. അതുകൊണ്ട് എന്താണ് ഏകാത്മപ്രത്യയസാരം? ഇത് തികച്ചും വൈയക്തികമാണ്, വ്യക്തിയാധിഷ്ഠിതവുമാണ്, വ്യക്തിയിൽ കേന്ദ്രീകൃതമാണ്. അതുകൊണ്ടാണ് ഉപനിഷത്ത് പറഞ്ഞത് ഇഹ ചേത് അവേദീത് അധ സത്യമസ്തി ന ചേതിഹാവേദീത് മഹതീ വിനഷ്ടി ഭൂതേഷു വിജിത്യ ധീരാഹ പ്രത്യസ്മാ ലോകാത് അമൃതാ ഭവന്തി എന്ന് ഉപനിഷത്ത് പറഞ്ഞതാണ്. ഇവിടെ ഇപ്പോൾ അന്വേഷിക്കുന്നു എങ്കിൽ അതിനെ കണ്ടെത്താം. ഇഹ ചേത് അവേദീത് അധ സത്യമസ്തി ന ചേതിഹാവേദീത് മഹതീ വിനഷ്ടി. അതല്ലെങ്കിലോ വലിയ നഷ്ടമാണ്. അന്വേഷിക്കുന്നവൻ എങ്ങനെ അന്വേഷിക്കുന്നു? ഭൂതേഷു വിജിത്യ ധീര, അവൻ ധീരനാണ്. എന്നിട്ടോ പ്രത്യേകാത്മാനം ഐക്ഷത്, അന്തരാത്മാവിനെ അവൻ കാണുന്നു. അസ്മാത് ലോകാത് പ്രൈതി അമൃതാ ഭവന്തി,
അവൻ മരണമില്ലാത്ത ആ അമൃതത്തെ പ്രാപിക്കുന്നു. അപ്പോൾ ആ അനുഭവത്തിൻ്റെ തലത്തിലേക്ക് നിന്നുകൊണ്ടാണ് ഇവിടെ എന്തു പറഞ്ഞത്? ഏകാത്മപ്രത്യയ സാരം, ഏകമായ ആ ആത്മാനുഭൂതിയുടെ സാരം എന്തോ, സാരവത്തായിട്ടുള്ളത് എന്തോ അതാണ് അത്. പ്രപഞ്ചോപശമം, ഈ പ്രപഞ്ചമുണ്ടല്ലോ മുഴുവൻ ഇല്ലാതെയാവുന്നത്, അതാണ് പ്രളയം എന്ന് പറയുന്നത്. പ്രകർഷേണയുള്ള ലയം. നമ്മളിൽ തന്നെയാണ് ഈ നാലും ഉള്ളത്, 4 യുഗങ്ങളും ഉള്ളത്. സത്യയുഗം എന്ന് പറയുന്ന യുഗം എന്ന് പറയുന്നത് മേളനമാണ്. യുജര് സമാധവും എന്നാണ്, ചേരുക എന്നുള്ളതാണ്. ത്രേതം 3, ദ്വാപരം 2, കലി തന്നെ. സത്യം. നമ്മൾ ഏതുമായി ചേരുന്നു, അവിടെയാണ് നമ്മൾ ഈ യുഗങ്ങളെ സൃഷ്ടിക്കുന്നത്. പ്രപഞ്ചോപശമം, പ്രപഞ്ചം പൂർണ്ണമായി ഉപശമിക്കുന്നു. ഞാൻ തന്നെയാണ് ഈ വിശ്വത്തിൻ്റെ ആധാരമായിട്ടുള്ളത്. അതിൻ്റെ കാരണം പ്രപഞ്ചോപശമം. ഇങ്ങനെയുള്ളതാണ് ശാന്തം ശിവം, സത്യം ശിവം സുന്ദരം. ശാന്തം ശിവം. അതിനെയാണ് ചതുർത്ഥം. ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ. അദ്വൈതം എന്ന് പറഞ്ഞാൽ നദ്വൈതം, രണ്ടില്ല. മറ്റൊന്നിനെ കുറിക്കാൻ യാതൊന്നും തന്നെ ഇല്ല. അതോട് ശാന്തമാകുന്നത് എന്തുകൊണ്ടാണ്? ഈ രണ്ടിൽ ഭയമുണ്ട്. ഭയത്തിൻ്റെ കാരണം തന്നെ ദ്വിതീയാതുവൈ ഭയം ഭവതി അഥവാ ഭ്രമം ഭവതി എന്നാണ്. രണ്ടിൽ നിന്നാണ് ഭയവും ഭ്രമവും ഉണ്ടാവുന്നത്. ഇവിടെ എന്താണ്? അദ്വൈതം, പ്രപഞ്ചോപശമം. ആ പ്രപഞ്ചം മുഴുവൻ ഉപശമിക്കുകയാണ് ഇല്ലേ? ഗാഠസുഷുപ്തിയിൽ പ്രപഞ്ചബോധം ഉണ്ടോ? പ്രപഞ്ചാനുഭവം ഉണ്ടോ? ഇല്ലല്ലോ. ഓരോ ദിവസം നമ്മളിലുണ്ടല്ലോ ഈ എന്താ പറയുക, ദ്വാപരവും ത്രേതായുഗവും സത്യയുഗവും കലിയുഗവും ഒക്കെ ഡെയിലി ഉണ്ട്. ഓരോ ജീവനും അതിനെ അനുഭവിക്കുന്നുണ്ട്. രണ്ടിൽ വർത്തിക്കുന്ന സമയത്ത് നമ്മൾ ദ്വാപരത്തിലാണ്. ദ്വൗ പരോ യസ്യ ദ്വാപര. ത്രേതം എന്ന് പറഞ്ഞാൽ 3. അത് ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തി ഇതുപോലെ സത്വരജ തമോ ഗുണങ്ങൾ, ഈ ഗുണങ്ങൾക്ക് അനുസൃതമായിട്ട് അതിൽ കിടന്ന് ചുറ്റി കിടന്ന് കളിക്കുമ്പോഴൊക്കെ നമ്മൾ ത്രേതായുഗത്തിലാണ്. കലിയുഗം എന്ന് പറഞ്ഞാൽ കലി പിടിച്ചിരിക്കുന്ന സമയം തന്നെ. സർവത്ര കലിയാണ്. എടുക്കുക, കൂത്തുക, വെട്ടുക, കൊല്ലുക, ഇതൊക്കെ തന്നെ. സത്യത്തിലോ സമാധി അവസ്ഥ. അതാണ്. ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ പ്രപഞ്ചോപശമം. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ എങ്ങനെയാണോ ഗാഠസുഷുപ്തിയിൽ പ്രപഞ്ചത്തെ മുഴുവൻ നമ്മൾ ഉപശമിപ്പിക്കുന്നത്, അബോധപൂർവമാണ്. ഇത് ബോധപൂർവം ഈ വിശ്വത്തെ മുഴുവൻ തന്നിലേക്ക് ഉപശമിപ്പിക്കുക. അവിടെയാണ് ഈ സാമഗാനത്തിലൊക്കെ പറയുന്ന അഹഗശ്ലോകൃത് 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 അഹമസ്മി പ്രചാരുദാസ്യ എന്ന് പറയുന്ന അവിടെയാണ്. ഞാനാണ് ഈ വിശ്വത്തിൻ്റെ രചയിതാവ്. ജനകൻ പറയുന്ന നമോ മഹ്യം നമോ മഹ്യം നമോ മഹ്യം നമോ നമ. ഞാൻ എന്നെ നമിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്ന് പറയുന്നത് ആ സത്യത്തെക്കുറിച്ച് പ്രപഞ്ചോപശമത്തിൽ പറയുന്നതാണ്. ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ. അതിനെ 4ാമത്തേതായിട്ട്, അതാണ് തുരീയം എന്ന് പറയുന്ന 4ാമത്തേത്.
ഇതാണ് പ്രപഞ്ചോപശമത്തിലാണ് നമ്മൾ ഓം നമോ ഭഗവതേ വാസുദേവായ. വാസുദേവായ എന്നത് പ്രപഞ്ചത്തിൻ്റെ എന്താണ്? വാസുദേവായ എന്താണ്? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. തിരിച്ചാണ് വരിക. ഭൂമി, ജലം, വായു, അഗ്നി, വായു, ആകാശം. അപ്പോൾ ഇതിനെ ഓരോന്നിനെ കൊണ്ടുപോയി ഓരോന്നിൽ വിലയിപ്പിക്കുക. ഇതാണ് പ്രക്രിയ. വാസുദേവ ഓം നമോ ഭഗവതേ വാസുദേവായ മന്ത്രം കേട്ടോളൂ, അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. ഇങ്ങനെയാണ് പ്രപഞ്ചത്തെ ഉപശമിപ്പിക്കുന്നത്. ആദ്യം പ്രപഞ്ച അവബോധത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ആ പ്രപഞ്ചാവബോധത്തിൽ ഞാനും ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് പിന്നെ ഞാൻ പ്രപഞ്ചം, ഇങ്ങനെ രണ്ട് അസ്തിത്വം ഇല്ലാത്ത അവസ്ഥ, അതിനിവിടെ പറയുക. അവിടെയാണ് അദ്വൈതം, രണ്ട് ഇല്ലാത്ത അവസ്ഥ. ചതുർത്ഥം മന്യന്തേ, നാലാമത്തേത് എന്ന് പറയും. സ ആത്മാ സ വിജ്ഞേയ. ആത്മ, അതാണ് ആത്മ. അതിനെയാണ് അറിയേണ്ടത്. ഇവിടെ അറിയേണ്ടത് ഏതിനെയാണ്? അതിനെയാണ്, നാലാമത്തേതിനെ. അങ്ങനെ അത് പറഞ്ഞ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം പര്യവസാനിപ്പിച്ചിട്ട് വീണ്ടും ഓംകാരത്തെ, അതിലെ ശബ്ദങ്ങളെ, അതിനെ മാത്രകൾ എന്നാണ് പറയുക. ഈ മാത്രകൾ എങ്ങനെയാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്? എന്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? അകാരം, ഉകാരം, മകാരം, പിന്നെ ഒരു അമാത്രയുണ്ട്. അതാണ് എന്ന് പറയുന്നത്, ഓം എന്ന് പറയുമ്പോൾ. അതിനെക്കുറിച്ച് പറയുകയാണ്. സോയമാത്മാ അദ്യക്ഷരം ഓംകാരഃ അതിമാത്രം പാദാമാത്ര മാത്രാശ്ച പാദ അകാര ഉകാര മകാര ഇതി. സഹ അയം ആത്മാ, സ്വയമാത്മാ, അങ്ങനെയുള്ള ഈ ആത്മാവ്. എങ്ങനെയുള്ള? ഇതുവരെ പറഞ്ഞ ഈ ആത്മാവ്. അദ്യക്ഷരം, അതിൻ്റെ ആ അക്ഷരങ്ങളെ പരിഗണിച്ചുകൊണ്ട് അതിനെ വിചാരം ചെയ്യുകയാണ് എങ്കിൽ ഓങ്കാരഃ, അത് ഓങ്കാരമാകുന്നു. അതിലെ അതിമാത്രം, ഇനി അതിലെ മാത്രകളെ വെച്ച് നോക്കുകയാണെങ്കിലോ പാദാമാത്രാഹ, പാദങ്ങൾ അതിൻ്റെ മാത്രകളാണ്. 4 പാദങ്ങളെക്കുറിച്ച് പറഞ്ഞുവല്ലോ, അതതിൻ്റെ മാത്രകളാണ്. എന്തൊക്കെയാണ്? മാത്രാഹ പാദാഹ ച, മാത്രകൾ പാദങ്ങളാകുന്നു, പാദങ്ങൾ മാത്രകളാകുന്നു. അകാര ഉകാര മകാര, അതെന്തൊക്കെയാണെന്നാണെങ്കിൽ അത് അകാരമുണ്ട്, ഉകാരമുണ്ട്, മകാരമുണ്ട്. ഈ അകാരങ്ങളും ഉകാരങ്ങളും അകാരവും ഉകാരവും മകാരവും, പിന്നെയോ അമാത്ര. ഇപ്പോൾ ഓം എന്ന് ചൊല്ലുന്ന സമയത്ത് അങ്ങനെയാണല്ലോ, എന്ന് പറയുന്ന ഒരു സ്വരിതമുണ്ട്. അതുകൊണ്ടാണ് ഈ ഓമിലാണ് എല്ലാ ശബ്ദങ്ങളും. ലോകത്തിലെ ഏത് ഭാഷ നിങ്ങൾ എടുത്തോളൂ, ഏത് ഭാഷ, അതിൽ ഈ 3 ശബ്ദങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ലോകത്ത് ഒരു ഭാഷയില്ല. അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ലോകത്തിലെ ഏത് ഭാഷ സംസാരിക്കുമ്പോഴും ഓമുണ്ട്. ആ വായുവിനെ നമ്മൾ പുറന്തള്ളിക്കൊണ്ട് വായയെ തുറന്നു പിടിച്ചുകൊണ്ടാണ് ലോകത്ത് ഏത് ഭാഷയാണെങ്കിലും പിന്നെ എന്തുണ്ട്? ചുണ്ട് പ്രത്യേക രൂപത്തിലാക്കി പിന്നെയോ ചുണ്ട് രണ്ടും അടച്ചുകൊണ്ട് അപ്പോൾ ഓം ശരിക്ക് ചൊല്ലുന്നതും അങ്ങനെയാണ്. അത് നിങ്ങൾ
അതിൽ അകാരമുണ്ട്, ഉകാരമുണ്ട്, മകാരമുണ്ട്, പിന്നെയോ അതങ്ങനെ അമാത്രയായി ലയിക്കുന്ന ഒരവസ്ഥയുമുണ്ട്. അപ്പം ഇതെങ്ങനെ ഓരോ മാത്രകൾ ഏതൊക്കെയോ ആയി ഇനി ഓംകാരത്തിനെ പിരിക്കുകയാണ്, ആ ശബ്ദത്തെ പിരിച്ചുകൊണ്ട്, അതിനെയാണ് ഈ മാത്രകൾ എന്ന് പറയുക. വ്യാഹൃതികൾ, മാത്രകൾ എന്നൊക്കെ പറയുന്നത് ഇതാണ്. വ്യാഹൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകങ്ങളാണ് വ്യാഹൃതി എന്ന് പറയാം. അതലം, വിതലം, സുതലം എന്ന് പറയാം. ഗായത്രി മന്ത്രത്തിൽ ഗായത്രി മന്ത്രം എന്താണ്? തത് സവിതുർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോയോ എന്ന പ്രചോദയ, അതാണ് ഗായത്രി മന്ത്രം. പക്ഷെ അതിനോട് വ്യാഹൃതി കൂടെ ചേരും, പ്രണവവും വ്യാഹൃതിയും കൂടെ ചേരുമ്പോഴാണ് ഓം ഭൂർഭുവ സ്വഹ തത് സവിതുർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോയോ എന്ന പ്രചോദയ. അപ്പോൾ പ്രണവവും വ്യാഹൃതിയും, ഈ വ്യാഹൃതികൾ 7 വ്യാഹൃതികൾ, 14 മുകളിലേക്കും താഴേക്കും. ഇത് മുകളിലേക്കുള്ളതാണ് കൂട്ടുക, 7 മഹാവ്യാഹൃതികളായിട്ട് കൂട്ടും. അപ്പോൾ അതിൽ 3 ലോകത്ത് ഭൂർ ഭുവ സുവ. അപ്പോൾ ഇവിടെ അതിൻ്റെ ശബ്ദമാത്രകളെ, പ്രണവത്തിൻ്റെ മാത്രകളെ തിരിച്ച് പിരിച്ച് ഏതുമായി ബന്ധിപ്പിക്കേണ്ടതാണ്, ബന്ധിപ്പിച്ച് മനസ്സിലാക്കേണ്ടതാണെന്ന് ഉപനിഷത്ത് പറയാം. പ്രണവത്തെക്കുറിച്ച് വിസ്തരിച്ച് അങ്ങോട്ട് പറയുകയാണ്. നമുക്ക് നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി.